കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പരീശന്മാർ അടുക്കൽ വന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിൽ വായിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. പലവിധമായിരിക്കുന്ന ചോദ്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന് നേരെ പരീശന്മാർ ചോദിച്ചിരിക്കുന്നതായിട്ട് പലയിടങ്ങളിലും സുവിശേഷകന്മാർ വിട്ടുകളയാതെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ലൂക്കോസ് സുവിശേഷം 20-ാമത്തെ അധ്യായം 24-25 വേദഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. അന്നത്തെ കാലഘട്ടം റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു യെരുശലേമും അതിനോട് പരിസര പ്രദേശം മുഴുവനും. ലോകത്തുള്ള ഏതാണ്ട് 127 രാജ്യങ്ങൾ അന്ന് റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ പലസ്തീനും അതിനോട് ചുറ്റുപാടുമുള്ള എല്ലാ ദേശങ്ങളും തന്നെ റോമാക്കാരുടെ പ്രവശ്യയുടെ കീഴിലായിരുന്നു, അല്ലെങ്കിൽ യഹൂദ പ്രവശ്യയുടെ കീഴിലായിരുന്നു എന്നുള്ള കാര്യം തിരുവെഴുത്തുകളിൽ നിന്നും അല്ലാതെ ചരിത്ര പഠനങ്ങളിൽ നിന്നും നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. റോമാക്കാർക്ക് അധിനിവേശമുണ്ടായിരുന്ന അല്ലെങ്കിൽ അവർക്ക് ആധിപത്യമുണ്ടായിരുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും കരം പിരിക്കാൻ അവർക്കൊരു നിയമമുണ്ടായിരുന്നു. റോമൻ ഗവൺമെൻറ്റിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയിട്ട് ഈ കരം പിരിക്കുക എന്നുള്ള ഒരു കാര്യം എല്ലായിടത്തും അവരുടെ എല്ലാ പ്രവശ്യകളിലും ഉണ്ടായിരുന്നു, യഹൂദിയയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് യഹൂദന്മാരായിരിക്കുന്ന പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരു കാര്യം ചോദിക്കുകയാണ്. നോക്കൂ, ഈ കൈസർക്ക് കരം കൊടുക്കുന്നത്, റോമൻ ചക്രവർത്തിയാണ് കൈസർ, അദ്ദേഹത്തിന് കരം കൊടുക്കുന്നത് വിഹിതമാണോ, ശരിയാണോ, തെറ്റാണോ എന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുകയാണ്. യേശു അവരുടെ ഈ ചോദ്യത്തിന് വളരെ രസകരമായിട്ടൊരു മറുപടി കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് ലൂക്കോസ് സുവിശേഷം 20 കാണാനായിട്ട് കഴിയുന്നത്. യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ കരം കൊടുക്കാൻ ഉപയോഗിക്കുന്ന നാണയം ദയവായി എന്നെ ഒന്ന് കാണിക്കുമോ? അന്നേരം തന്നെ യേശുവിൻ്റെ കൈകളിലേക്ക് ഒരു വെള്ളി നാണയം വന്നു. അതിനെ മറച്ചും തിരിച്ചും നോക്കിയിട്ട് യേശു ആ പരീശന്മാരോട് ചോദിക്കുകയാണ്, പറയൂ, ഇതിൻ്റെ മേലെഴുത്തും സ്വരൂപവും ആരുടേതാണ്? അന്നേരം അവർ ഉറക്കെ പറയുകയാണ്, ഉറപ്പായിട്ടും അത് സീസറിൻ്റേതാണ്, കൈസറിൻ്റേതാണ്. കാര്യം എന്താ? അന്നത്തെ നാണയം വിനിമയം ചെയ്തിരിക്കുന്നത് 127 സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രവശ്യകളുള്ള ഈ റോമൻ സർക്കാർ, റോമൻ ഗവൺമെൻറ്റാണ് അന്നത്തെ നാണയം വിനിമയം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഹൂദയിൽ പോലും യഹൂദന്മാർക്കൊരു നാണയം ഉണ്ടായിരുന്നു. ഷെക്കേൽ എന്നത് അവരുടെ ഒരു നാണയമായിരുന്നിട്ടും കൂടെ അന്ന് റോമാക്കാർ അവിടെ ഭരിച്ചിരുന്നത് കൊണ്ട് റോമൻ നാണയം അവർ അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിരുന്നു. ആ നാണയത്തൊട്ടാണ് യേശുവിൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിനെ മറച്ചും തിരിച്ചിട്ടാണ് യേശു ചോദിക്കുന്നത്, ഇതിൻ്റെ സ്വരൂപവും മേലെഴുത്തും ആരുടേതാണ്? യേശുവിൻ്റെ കൈകളിലിരുന്ന ആ നാണയത്തിലേക്ക് നോക്കിയിട്ട് പരീശന്മാരായിരിക്കുന്ന യഹൂദന്മാർ പറയുകയാണ്, തീർച്ചയായിട്ടും അത് സീസറിൻ്റേതാണ്, കൈസറിൻ്റേതാണ്. അന്നേരം യേശു അവരോട് പറയുകയാണ്, കൈസറിനുള്ളത് കൈസറിന് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാനായിട്ട് യേശു അവിടെ ആവശ്യപ്പെടുകയാണ്. എന്താണ് വാസ്തവത്തിൽ യേശു ഇതിൽ നിന്ന് നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്? യേശു ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ നാണയത്തിന് ഒരു സ്വരൂപമുണ്ട്, ഒരു മേലെഴുത്തുണ്ട്, അഥവാ അതിനൊരു രൂപമുണ്ട്, അതിനൊരു മുദ്രയുണ്ട്, അതിനൊരു സിഗ്നേച്ചറുണ്ട്. ഈ രണ്ടും കൈസറിൻ്റേതാണ്. കൈസറിൻ്റെ മുഖമുള്ള ഒരു സംഗതിയാണ് ആ നാണയത്തിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ മറുഭാഗം കൈസറിൻ്റെ ഒപ്പുള്ള മറ്റൊരു ഭാഗമാണ് ആ നാണയത്തിൻ്റെ മറ്റൊരു വശം. ഇങ്ങനെ കൈസറിൻ്റെ മുഖം ഒരു ഭാഗത്തും കൈസറിൻ്റെ ഒപ്പ് മറ്റൊരു ഭാഗത്തുമുള്ള ഈ നാണയങ്ങൾ കൈസറിന് തന്നെ കൊടുക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്. എന്നിട്ട് താഴെ പറയുന്ന വാക്കാണ് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇതുപോലെ തന്നെ കൈസറിന് നാണയം ഉണ്ടായിരിക്കുന്നത് പോലെ, കൈസറിൻ്റെ മുഖവും മുദ്രയും വച്ചിരിക്കുന്ന നാണയം ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന് ഒരു നാണയമുണ്ട്. ആ ദൈവത്തിൻ്റെ നാണയത്തിൻ്റെ സവിശേഷത എന്താണ്? ആ ദൈവത്തിൻ്റെ നാണയത്തിന് ദൈവത്തിൻ്റെ മുഖവും ദൈവത്തിൻ്റെ മുദ്രയുമുണ്ട്. അത് ഏത് നാണയമാണ്? വാസ്തവത്തിൽ ലിറ്ററലായിട്ടുള്ള എന്താ പറയുന്നത്, നമുക്ക് ഭൗതികമായി കാണാൻ കഴിയുന്ന ഒരു നാണയത്തെക്കുറിച്ചല്ല യേശു അവിടെ പറയുന്നത്. അവിടെ ദൈവത്തിൻ്റെ മുഖവും ദൈവത്തിൻ്റെ മുദ്രയുമുള്ള നാണയമെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവകൃപയെ അനുഭവിച്ച യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കളെ നോക്കിയാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മുഖവും ദൈവത്തിൻ്റെ മുദ്രയുമുള്ള നാണയങ്ങളാണ്. ആ നാണയങ്ങളെയാണ് വാസ്തവത്തിൽ ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ദൈവത്തിന് നമ്മുടെ പണം കൊടുത്തും നമ്മുടെ വസ്തുവകകൾ വിറ്റുകൊടുത്തുമൊക്കെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നടക്കുന്നവരാണ്. ഒരിക്കലുമല്ല. ദൈവം അത് ആഗ്രഹിക്കുന്നു കൂടിയില്ല. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണമെങ്കിൽ അത് ആവശ്യമാണ്, പക്ഷേ ദൈവത്തിന് ആ പണം ആവശ്യമില്ല. ദൈവത്തിൻ്റെ ദൗത്യങ്ങൾക്ക്, ശുശ്രൂഷകൾക്ക് ആ പണം ആവശ്യമാണ്, പക്ഷേ ദൈവത്തിന് ആ പണം ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യമായിരിക്കുന്ന പണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുഖവും ദൈവത്തിൻ്റെ സിഗ്നേച്ചറുമുള്ള, ദൈവത്തിൻ്റെ ഒപ്പുമുള്ള ആ നാണയങ്ങളാണ് കർത്താവിന് ആവശ്യമായിരിക്കുന്നത്. ഇന്നും നമ്മുടെ സ്വരൂപം ഏതാണെന്ന് നോക്കാൻ, ഇന്നും നമ്മുടെ മുഖം ദൈവത്തിൻ്റേതുപോലെയാണോ, നമ്മുടെ മേലുള്ള മുദ്ര, നമ്മുടെ മേലുള്ള ഒപ്പ് ദൈവത്തിൻ്റേതാണോ എന്ന് ഒന്ന് പരിശോധിക്കാൻ ഈ ദൈവവചനത്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വരൂപമല്ല നമ്മുടെ ജീവിതമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ രൂപം ദൈവത്തിൻ്റേതുപോലെ അല്ല എങ്കിൽ, ആ ദൈവത്തിൻ്റേതുപോലെ ആകാൻ ഇന്ന് രാവിലെ നമുക്കൊന്ന് ശ്രമിക്കാം. അതിനു വേണ്ടിയിട്ട് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, എൻ്റെ രൂപം
നിൻ്റെതുപോലെ അല്ലെന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് നിൻ്റെ രൂപം പോലെ എന്നെ ഒന്ന് ആക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ലീഗ പറയുന്ന ഒരു വാക്കുണ്ട്, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഭാവം അഥവാ ക്രിസ്തുവിൻ്റെ സ്വരൂപം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്വരൂപമുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. ഇനി മറ്റൊരു സവിശേഷതയുണ്ട്. യേശു ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ നാണയത്തിന് കൈസറിൻ്റെ സ്വരൂപവും കൈസറിൻ്റെ മേലെഴുത്തും അഥവാ കൈസറിൻ്റെ ഒപ്പും ഉണ്ടെങ്കിൽ തന്നെയും ഉണ്ടായിരിക്കുന്ന ഒരു നാണയത്തെയാണ് യേശു കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നാണയത്തിന് ഒരു മൂല്യമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ നോട്ടുകളിലും ആ നോട്ടിൻ്റെ മൂല്യം എഴുതിയിട്ടുണ്ട്. 500-ൻ്റെ ആണോ 100-ൻ്റെ ആണോ 50-ൻ്റെ ആണോ 10-ൻ്റെ ആണോ ആ മൂല്യം അതിൽ നിർണയിച്ചിട്ടുണ്ട്. എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ മേലെഴുത്തുമുള്ള നാണയങ്ങൾക്ക്, നാം എന്ന നാണയങ്ങൾക്ക് ഒരു മൂല്യമുണ്ട്. നിങ്ങൾക്ക് ലോകം മതിയായ വില തന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ മേലെഴുത്തുമാണ് എങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കൊരു മൂല്യമുണ്ട്. നിങ്ങൾക്ക് വില തരാത്ത സമൂഹത്തിൻ്റെ നടുവിൽ, നിങ്ങളെ ഗവനിക്കാത്ത സമൂഹത്തിൻ്റെ നടുവിൽ, നിങ്ങളെ പരിഗണിക്കാത്ത സമൂഹത്തിൻ്റെ നടുവിൽ നിങ്ങൾ തിരിഞ്ഞു നിന്ന് ആ ശബ്ദങ്ങൾക്ക് നേരെ ആക്രോശിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. നീ ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ മേലെഴുത്തുമുള്ളവനാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കൊരു മൂല്യമുണ്ട് സഹോദരങ്ങളെ. എത്ര തന്നെ നിങ്ങൾ മൂല്യമില്ലാത്തവരാണെന്ന് പറഞ്ഞ് സമൂഹത്തിലുള്ളവർ നിങ്ങളെ അടിച്ച് തരം താഴ്ത്തിയിരുന്നാലും നിങ്ങളുടെ മൂല്യം എന്തെന്ന് ദൈവം വെളിവാക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം നിങ്ങൾക്കിട്ട വില എന്തെന്ന്, നിങ്ങളുടെ മേലുള്ള ദൈവിക അനുഗ്രഹങ്ങൾ എന്തെന്ന്, വാഗ്ദത്തങ്ങൾ എന്തെന്ന്, നിങ്ങളെ കൊണ്ട് എന്തെല്ലാം കഴിയുമെന്ന് ദൈവം ലോകത്തിന് പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. മൂല്യമുള്ളവനെ എത്ര ചവിട്ടി അരയ്ക്കാൻ നോക്കിയിരുന്നാലും അവൻ്റെ മൂല്യം നശിച്ചു പോകത്തില്ല. ആ മൂല്യം എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും. നിശ്ചയമായിട്ടും ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, എത്ര നിങ്ങൾ താഴേക്കടയിലേക്ക് പോയിരുന്നാലും, എത്ര നിങ്ങൾ അധപ്പതിച്ച് പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നാലും, ഇനി നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞിരുന്നാലും, ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ മേലെഴുത്തുമാണ് നിങ്ങളുടെ ഉള്ളതെങ്കിൽ അഥവാ നിങ്ങളിലുള്ളതെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾക്കൊരു മൂല്യമുണ്ട്. നിങ്ങളുടെ സ്വരൂപം കൃത്യമാണെങ്കിൽ, നിങ്ങളുടെ നിങ്ങളുടെ മുഖമുദ്ര അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പ് ശരിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ വീണ ആ മുദ്ര ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മൂല്യമുണ്ട്. അത് സമൂഹം എന്താണെന്ന് കാണുന്ന ഒരു ദിവസമുണ്ട്. ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസന്മാരെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കൊരു മൂല്യമുണ്ട്. അത് ദൈവം പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. കൈസറിൻ്റേത് കൈസറിന് കൊടുക്കട്ടെ, കൈസറിൻ്റെ സ്വരൂപവും മേലെഴുത്തും ഉള്ളത് കൈസറിന് പോകട്ടെ. പക്ഷേ ദൈവത്തിൻ്റെ സ്വരൂപവും മേലെഴുത്തുമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്കൊരു മൂല്യമുണ്ടെന്ന് ദൈവം തെളിയിക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.